ചങ്ങാതിമാരെ നല്ല കിടുക്കാച്ചതേ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. മാങ്ങാപ്പഴത്തിൻ്റെ കാലമൊക്കെ എന്നാൽ പിന്നെ നല്ല കിടുക്ക മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം നമുക്ക്. അതിന് നല്ല നാട്ടുമാങ്ങ, നല്ല പഴുത്ത് ചുമന്നിരിക്കുന്ന മാങ്ങ വേണം കേട്ടോ. ആ മാങ്ങ വെച്ചത് ഇതുപോലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് ചപ്പിയെടുക്കുന്നത് ചങ്ങാതിമാരെ വായി വെള്ളം വരുന്നുണ്ടെന്ന് ഒന്നും നോക്കാതെ നമുക്ക് പറയാൻ പറ്റും. ഒരു രക്ഷയില്ല. അപ്പോൾ ഇവൻ ഉണ്ടാക്കാനുള്ള കലാപരിപാടിയിലേക്ക് തന്നെ ആദ്യം തന്നെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സ്റ്റൈലായിട്ട് വെള്ളം ഒഴിച്ച് ഇവനെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. ചങ്ങാതിമാരെ കണ്ണടച്ച് കഴുകി വൃത്തിയാക്കും. ഇവനൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ കത്തി വെച്ച് ഇങ്ങനെ വരയുക. സ്റ്റൈലായിട്ടൊന്ന് വരയുക. വരഞ്ഞിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ അങ്ങ് കീറിക്കളയുക. നല്ല നാരുള്ള മാങ്ങ വേണം കേട്ടോ. നല്ല ഇതുപോലെ പഴുത്ത് കളറായിട്ടിരിക്കുന്ന മാങ്ങ, നാരുള്ള മാങ്ങ ഇതുപോലെ സ്കിന്നും എടുത്ത് കളയുക. എന്നിട്ട് ഇതുപോലെ ക്ലീനാക്കി എടുക്കുക. ആ സമയത്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഇങ്ങനെ തള്ള എൻ്റെ ചങ്ങാതിമാരെ കണ്ണടച്ചങ്ങ് തള്ളിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരിയിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങ് കമൻറ്റായിട്ട് വിടുക. എൻ്റെ ചങ്ങാതിമാരെ കണ്ണടച്ച് വിട്ടു ഒന്നും നോക്കാനില്ല. ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ ശേഷം ആ തൊലിയൊക്കെ ഒന്ന് കീറിക്കളഞ്ഞ് മൂന്നാലഞ്ച് നല്ല പഴുത്ത മാങ്ങ കേട്ടോ, നാട്ടു മാങ്ങ. ആ മാങ്ങ എടുത്ത് ഇതുപോലെ ക്ലീനാക്കി എടുക്കാം. ശേഷം ഇതുപോലൊരു ചട്ടിക്കകത്തേക്ക് ഇവനെ എടുത്തൊരു മറിക്കുക. എന്നിട്ട് ലേശം ഇഞ്ചി, ഒരു 3-4 പീസ് പച്ചമുളക്, ഒരു 5-6 പീസ് കറിവേപ്പില, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇവനെ വേവിക്കാൻ വേണ്ടി കേട്ടോ. വേവിച്ച് നല്ല പഞ്ഞി പോലെ ആക്കി എടുക്കണം. ആ സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ പിടിപ്പിച്ച് ഇവനങ്ങ് തിളപ്പിക്കാൻ വെക്കുക. അങ്ങ് തിളച്ച രൂപത്തിലങ്ങ് വരുമ്പോഴേക്ക് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവൻ സോഫ്റ്റ് ആകുന്നവരെ അങ്ങ് തിളപ്പിക്കാൻ വെക്കുക. ആ സമയത്ത് ഇവന് വേണ്ട അരപ്പ് നമുക്ക് ഉണ്ടാക്കാം. മിക്സി ജാറെടുക്കുക. തേങ്ങ എടുത്തിടുക. ഒരു 3 നമ്മുടെ വെളുത്തുള്ളിയും 3 ചെറുള്ളി, കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനെ അടച്ച് വെച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് തിളച്ച് വന്ന ആ മാങ്ങയ്ക്കകത്തേക്ക് ഈ സംഭവം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു മോരുകാച്ചീൻ്റെ രൂപത്തിലൊക്കെ ഇങ്ങ് വരും സംഭവം. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇവനിങ്ങനെ തിളയ്ക്കുന്നവരെ ഇങ്ങനെ വെക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഒരു അടപ്പ് വെച്ചങ്ങ് മൂടി വെക്കുക. അപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നല്ല ഇച്ചിരി കൂടെ സോഫ്റ്റും ഇച്ചിരി ജ്യൂസി ആയിട്ട് ഈ സംഭവം ഇങ്ങനെ വരും മാങ്ങാപ്പഴം. എന്നിട്ട് ഇവനെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ഒരു ലെവലിലൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. തിളച്ചോടെ തൈരിട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ചെറുതായിട്ടൊന്ന് തിളത്ത് കഴിയുമ്പോൾ നല്ല അടിച്ച് പതപ്പിച്ച് തൈര് എടുത്തൊരു മിക്സ് ചെയ്യുക. തൈര് ഇച്ചിരി പുളിയുള്ള തൈര് വേണം കേട്ടോ. ആ ഇച്ചിരി പുളിയുള്ള തൈരും കൊണ്ട് എടുത്ത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായു വെള്ളം വരും. 100% ഗ്യാരണ്ടി എൻ്റെ ചങ്ങാതിമാരെ. മാങ്ങാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരം തന്നെയാണ്. എന്നിട്ട് അടുത്തത് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിൽ ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി ഇന്ന് ലൈറ്റായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് വത്തലമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ ഇന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി വരുമ്പോഴേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് വരട്ടി ഇങ്ങെടുക്കുക. അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് നമ്മൾ ആ ഗ്രേവി എടുത്ത് ഇതിന് മുകളിലേക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് മാറി. എന്നിട്ട് മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി കാണുമ്പോൾ തന്നെ കൊതിയാണെന്നല്ലോ. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. എൻ്റെ വായക്കൂടെ ഇപ്പോൾ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട്. നിങ്ങളെയൊക്കെ വരുന്നുണ്ടെന്നറിയാം. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രേവി എൻ്റെ മുകളിലേക്ക് അങ്ങ് എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല. ശരീരം മൊത്തം ഇപ്പോൾ കുളിര് കയറുന്നുണ്ട് നമുക്കറിയാം. എന്നിട്ട് ഇതുപോലെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാനങ്ങ് എടുത്തിട്ട് ഇവനങ്ങ് ഒരു ടേസ്റ്റ് അങ്ങ് നോക്കുക. എന്നാ പറഞ്ഞാലും നിങ്ങളെ അങ്ങ് പറഞ്ഞിട്ട് ഞാനങ്ങ് ടേസ്റ്റ് ചെയ്യുക. കാരണം കൊതി മുട്ടിയിട്ടൊരു രക്ഷയില്ല. സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഈ മാങ്ങയുടെ അരപ്പും പീസിൻ്റെ സൈഡും എല്ലാം കൂടെ എടുത്തിട്ടങ്ങ് പിടിക്കണം എൻ്റെ ചങ്ങാതി. വേറെ ലെവലാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായി ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തള്ളിക്കോ. അതിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് തള്ളിവിട്ടേക്കും, ഷെഫ് നിബു ദ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം.